നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നല്ല എന്താ പറയുക ഒത്തിരി പൂക്കളെ കാണിക്കുന്ന ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെടികളെ കാണിക്കുന്നതെന്ന് കാണാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഡിസംബർ ലേഡി. അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല നല്ല പൂക്കളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണേ. ഈ ഒരു ചെടിയാണ് നമ്മുടെ ഡിസംബർ ലേഡി. അതായത് ഇത് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പച്ച ലീഫെല്ലാം കൂടെ ഇതുപോലെ ഇങ്ങനെ ആവും, എന്താ പറയുക, നമ്മുടെ നല്ല സ്നോ വീണതുപോലെ. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഏകദേശം ഒരു മാർച്ച് മാസം വരെ ഉണ്ടാകും കേട്ടോ. ഇത് കുറേശ്ശെ ആദ്യത്തെ ഡിസംബർ മാസം നല്ലോണം അങ്ങ് പൂക്കും. പിന്നെ അങ്ങോട്ട് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേക്കും കുറേ കൊഴിഞ്ഞ് അങ്ങ് തീരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീഫ് സാധാ പോലെ തന്നെ പച്ചയിലയായിട്ട് നിൽക്കും. ഈ കാണുന്നത് നമ്മുടെ നാടൻ വെറൈറ്റി റെഡ് കളറ് പോയിൻസിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പിങ്ക് നമ്മളധികം കാണിക്കാറുണ്ട്, പക്ഷെ ഇത് നാടൻ റെഡാണ്. ഇതും നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഒന്നും അങ്ങ് നിറഞ്ഞ് പൂത്തിട്ടില്ല കേട്ടോ, പക്ഷെ കുറേ ഭാഗത്തിനും പൂക്കാനായിട്ട് കളറ് മാറി വരാനായിട്ട് നിൽക്കുവാണേ. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പൂക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് എവിടെ നിന്നാന്ന് പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് കേട്ടോ. പപ്പേൻ്റെയും മമ്മീൻ്റെയും അടുത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവർ നട്ട് വെച്ചേക്കണ അതിമനോഹരമായ ബോൾസം പൂക്കൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സെയിലിനുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അത്രയ്ക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോണ്ടല്ലോ, ഈ ഒരു ചെടി ആവശ്യമുള്ളവർ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളവർ മേടിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മണലിൽ നട്ടാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബോട്ടിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് വേര് വന്നിട്ട് നമ്മുടെ ഈ ചെടീനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ആകാശമുട്ട നിൽക്കുന്ന നമ്മുടെ ഡാലിയപ്പൂക്കൾ. ഇത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇത് നോക്കിയേ, ഇങ്ങനെ നമ്മുടെ ഒരു ചെടിയിൽ നല്ല ഹൈറ്റിലങ്ങ് പൊന്തിപ്പോയിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ കാക്കബന്തി. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇതിന് ഞാൻ പറയുന്ന പേരാണ് കേട്ടോ, കാക്കബന്തിന്ന്. അതായത് ഒരു ഡബിൾ കളറാണ് ഇതിലുള്ളത്. നോക്കിയേ എന്ത് രസമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഏറ്റവും പുതിയ വിത്താണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഉണങ്ങി വരുന്ന വിത്തുകൾ നമ്മൾ പറിച്ചെടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് നല്ല ബുഷിയായിട്ട്, അതായത് ഒത്തിരി ഹൈറ്റ് വെക്കില്ല ഈ ഒരു ചെടി. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂക്കളൊന്നും ഇല്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയൊരു ചെടിയാണ്. ഇത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് പൂത്തു നിൽക്കുന്നത്. നോക്കിയാൽ ഇനി ഒരു പൂക്കളും നമ്മുടെ വീട്ടിലില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടല്ലോ, ഒരു 2-3 നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് അങ്ങ് മേടിച്ച് നട്ടാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു സമയമാകുമ്പം നല്ല ഭംഗിയിൽ നിറച്ച് ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുക. ഇത് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം ഹാങ്ങിങ് ബോട്ടിൽ നട്ട് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം നടാം കേട്ടോ. ഇത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൂണിയ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഒരു സമയത്ത് എല്ലാം അങ്ങോട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ ആയായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും കുഴപ്പമില്ലാണ്ട് ഓരോ ചൂട് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ പപ്പയും മമ്മിയും കൂടെ കുറച്ച് പോട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കുറച്ചും കൂടെ ചെടികളായി കിട്ടുമ്പം ഇതുപോലെ ഇവിടെ നിറച്ചിങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫ്ലവർ അങ്ങ് ആയിട്ടില്ല, പുതിയ നല്ല ലീഫൊക്കെ വന്ന് മുട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ചെണ്ടുമല്ലി. നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. എല്ലാം ഇങ്ങനെ ഒത്തിരി നല്ലോണം പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വിത്തൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുവാണ്. ഇത് നമ്മുടെ കോറിയോപ്സിസിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് പൂ വന്നതാണ്. നോക്കി എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കുറേ നട്ട് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണത്തിൽ പൂവൊക്കെ വരാനായിട്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ ഓർക്കിഡ് പ്ലാന്റിൽ പൂവിട്ട് നിൽക്കുന്നത്. നോക്കിയേ എന്ത് രസമാണെന്നറിയാം ഇതിൻ്റെ പൂ കാണാനായിട്ട്. നോക്കിയേ, ഇതിങ്ങനെ ഒരു ചെടിയിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ നിറച്ചിങ്ങനെ പൂക്കളായിട്ട് വരുവേ. ഏത് സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരേ ഒരു ചെടിയാണ് നമ്മുടെ ബോൾസം പ്ലാന്റ്. ഇതിൻ്റെ കെയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ അത്യാവശ്യം ഈ ചെടി വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് കുത്തി മാറ്റി പിടിപ്പിച്ചാൽ നമുക്ക് പുതിയ ചെടികൾ ആക്കിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം ഓവർ സൺലൈറ്റ് കിട്ടാത്തടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു നോർമൽ സൺലൈറ്റ് കിട്ടിയാൽ മതി കേട്ടോ. ഇതാണ് പോയിൻസിറ്റിയുടെ പിങ്ക് കളറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കളറ്. എനിക്ക് റെഡിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഈ ഒരു പിങ്ക്.
നോക്കിയേ എന്ത് രസമാണ് കാണാമെന്ന്. അടിപൊളി. ഓക്കെ, കണ്ടോ? ഇതിൻ്റെ എല്ലാം നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിച്ച് നമ്മൾ ചെടികളാക്കി എടുക്കുന്നതാണ്. നമ്മൾ നഴ്സറികളിൽ നിന്നുണ്ടല്ലോ നമ്മൾ ഈ പോയിൻസിറ്റിയ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി വാങ്ങും. അത് ആ ഒരു സീസൺ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ചെടി അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. ഇതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇതിൻ്റെ കമ്പ് കുത്തിപ്പിടിപ്പിച്ച് നമുക്ക് ഒത്തിരി നല്ല ഭംഗിയിലുള്ള ചെടികളാക്കിയെടുത്ത് പൂക്കളാക്കാവേ. ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ സീനിയർ പൂവാണ് കേട്ടോ. നോക്കി, നല്ല റെഡാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇത് നോക്കി, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ സലേഷ്യേൻ്റെ കട്ടപ്പൂവായിട്ട് വിരിയുന്നതാണ്. ഇത് ആയിട്ടില്ല കേട്ടോ. ഇത് ഫ്ലവർ അങ്ങ് വിരിഞ്ഞ് കുറച്ചും കൂടെ കഴിയണം. ഇതിൻ്റെ ഈ ഒരു തലഭാഗമൊക്കെ ഇങ്ങനെ വലിയ ഫ്ലവറായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത് ചെറിയ കതിര് പോലെ നിൽക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ള ഫ്ലവറായി മാറും കേട്ടോ. ഈ ഒരു കതിർസലേഷ്യൻ്റെയൊക്കെ വിത്തൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഉണ്ടാവുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ വിത്ത് കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ കതിർസലേഷ്യൻ്റെ വിത്ത്. ഇവിടെ കിടന്ന് മുളയ്ക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. എല്ലാത്തിലും പൂവിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ ചെടികളും. ഇപ്പം പപ്പയും മമ്മിയും കൂടെ കുറച്ച് നമ്മുടെ ഗാർഡൻ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് ആയതുകൊണ്ട് കുറേയൊക്കെ എല്ലാ ചെടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നത് അത്രയൊരു ഓർഡറിലല്ല ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഒത്തിരി നല്ല ഭംഗിയായിട്ട് പൂവുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ടൂർ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മുടെ ബന്ദിപ്പൂവിലൊക്കെ എന്തോരം പൂക്കളാണെന്നറിയാം ഉണ്ടായി നിൽക്കുന്നത്. അപ്പം അതുപോലെ പപ്പയും മമ്മിയും ചെടികളെ ഇങ്ങനെ സംരക്ഷിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ, അവരുടെ ഒരു എൻ്റർടൈൻ എന്ന രീതിയിലാണ് കേട്ടോ അവർ ഈ ചെടികളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ പൂച്ചെടിയുടെ വിത്തുകളും എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ നിൽക്കുന്ന ചെടിയിൽ നിന്നുള്ള വിത്തുകൾ പറിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോരുത്തർക്കും തരുന്നത്. അപ്പം എല്ലാവരും വിത്തുകളൊക്കെ വാങ്ങുവാണെങ്കിൽ വളരെ സേഫായിട്ട് പാകി മുളപ്പിച്ച് നല്ല പൂച്ചെടി ആക്കിയെടുക്കാനായിട്ട് മറക്കരുതേ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ, സ്നേഹത്തോടെയുള്ള ലൈക്കും കമൻറ്റും തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഓക്കേ.